നമസ്കാരം, ഞാൻ ബിജു തച്ചേരിൽ, വത്തിക്കാനിൽ നിന്നും. ആഗോള കത്തോലിക്ക സഭയുടെ മേലധികാരിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ദേഹവിയോഗത്തിൽ അനേക ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഭൗതിക ശരീരം കാണുവാനായിട്ട് ഈ വത്തിക്കാൻ ബസിലിക്ക പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ബുധൻ, വ്യാഴം, വെള്ളി ഈ ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും രാത്രി കാലങ്ങളിലും ഒരുപക്ഷെ ജനങ്ങൾ ഇത്രയധികം ഈ 3 ദിവസവും രാപകലില്ലാതെ കഷ്ടപ്പെട്ട് ഇവിടെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുവാൻ, അദ്ദേഹത്തിൻ്റെ ദേഹം അവസാനമായിട്ടൊന്ന് കാണുവാനായിട്ട് തടിച്ചിരിക്കുന്ന കൂട്ടത്തിൽ എനിക്കും ഇവിടെ വരാനായിട്ട് സമയം കിട്ടി. ഞാൻ ഇന്നലെ വൈകിട്ട് അവിടെ നിന്ന് രാത്രിയിൽ തിരിച്ച് ഏകദേശം 10-12 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. കാര്യം ട്രെയിനുകളൊക്കെ മിസ്സായി. ഈ ആഗോള കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷൻ, അതിലുപരി അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. ആ മനുഷ്യസ്നേഹിയെ ഒന്ന് കാണുവാനായിട്ട് പലരും പലയിടത്തു നിന്നും പല ദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിരുന്നു. ഇതിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഈ വെള്ളിയാഴ്ച, ഇന്ന് 25-ാം തീയതിയാണ്. ഏപ്രിൽ 25 എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ ഒരു നാഷണൽ ഡേ ആണ്. ആ നാഷണൽ ഡേയിൽ അനേകർ ഈ അവധി ആഘോഷിക്കേണ്ട സമയങ്ങളിൽ ആ അവധിയെല്ലാം ആഘോഷമെല്ലാം മാറ്റിവെച്ച് ഈ ഒരു ഭൗതിക ശരീരം കാണുവാനായിട്ട് തടിച്ചുകൂടി. ഏകദേശം 4-5 കിലോമീറ്ററോളം ചുറ്റളവ് പോലെയാണ് ഈ ഒരു സ്ക്വയറിൽ 4 ചുറ്റും ആൾക്കാർ വന്ന് ഇതിനെ ലൈനിൽ നിന്ന് സമാധാനപരമായിട്ടും ശാന്തതയോടും കൂടി ഈ ഒരു ഭൗതിക ശരീരം കാണുവാനായിട്ട് എത്തിയത്. ഞാൻ ഏകദേശം 5:30 മണി മുതൽ, വെളുപ്പിനെ 5:30-ക്ക് വന്നത്, 5:30 മണി മുതൽ ഈ ഒരു 10:30 വരെ ഏകദേശം 4.5-5 മണിക്കൂറോളം ലൈനിൽ നിന്ന് അതിനകത്ത് കയറി കണ്ട് അതിന് ശേഷമാണ് ഇവിടെ എത്തിയത്. ഇദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ട് ഈ ദേഹവിയോഗം കഴിഞ്ഞതിന് ശേഷം അവിടെ വത്തിക്കാൻ ഒരു മരണം സ്ഥിരീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കാര്യം അതിൽ ഡോക്ടർമാർ വിധി എഴുതും മരണം സംഭവിച്ചു എന്ന്. എന്നാൽ ഇവിടുത്തെ ആചാരപ്രകാരം ഇദ്ദേഹത്തിൻ്റെ മാമോദീസ പേര് 3 പ്രാവശ്യം വിളിക്കുകയും ആ 3 പ്രാവശ്യം വിളിച്ച് ഫ്രാൻസിസ് എന്ന് വിളിച്ചിട്ട് അദ്ദേഹം അനക്കമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മരണം സ്ഥിരീകരിക്കത്തുള്ളൂ എന്നുള്ളൊരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 9 ദിവസത്തിനുള്ളിൽ ഈ ഒരു ദേഹം അടക്കം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അടക്കം ചെയ്യുന്നതിന് മുമ്പ് 3 ദിവസം ഈ ഒരു സമയം കിട്ടി അവർ പൊതു ദർശനത്തിന് വെച്ചു. നാളെ 26-ാം തീയതി സംസ്കാര ചടങ്ങുകൾ ഈ സ്ക്വയറിൽ വെച്ചാണ് നടക്കുന്നത്. ഇത് 20 ദിവസത്തിനുള്ളിൽ അടുത്തൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കണം. ആ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ 135 കർദിനാൾമാരാണ് ഈ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലുള്ളത്. ആ സമയങ്ങളിൽ ഇവർ മൊബൈലുകൾ ഉപയോഗിക്കാൻ പാടില്ല. കൂടാതെ 16 ചാപ്പൽ എന്ന് പറഞ്ഞ മൈക്കലാഞ്ചലോ അവിടെ ഒരു സിസ്റ്റത്തിൽ കൂടിയാണ് ഇവർ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. ആ സമയത്ത് ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് മാർപ്പാപ്പയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, മീൻസ് ഇത്രയുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, നമ്മളെ റൈറ്റ് സൈഡിൽ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കിളിവാതിലുണ്ട്. ആ കിളിവാതിലിൻ്റെ അവിടെ വെളുത്ത പുകയാണ് വരുന്നതെങ്കിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തുവെന്നും, കറുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തില്ല എന്നും ആണ്. ഏകദേശം 20 ദിവസത്തിനുള്ളിൽ അത് അറിഞ്ഞിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് ശേഷം വീണ്ടും ഓരോ ദിവസങ്ങൾ കൂടി ഇത്രയും പേരിൽ ക്വാളിറ്റിയുള്ള 80 വയസ്സ് താഴെയുള്ള ആളിനെ തിരഞ്ഞെടുത്ത് അവരത് പ്രഖ്യാപിക്കുന്നതായിരിക്കും. പ്രഖ്യാപിക്കുന്നിടം വരെ അവിടെ കറുത്ത പുക ആയിരിക്കും വരുന്നത്, വൈകുന്നേരങ്ങളിലായിരിക്കും. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയിലുള്ള ഒരു മോതിരം, ആ മോതിരം
നശിപ്പിച്ച് കളയും. അതിനുശേഷം ഇപ്പോഴദ്ദേഹത്തിൻ്റെ കൈയുടെ വിരലിലൊരു മോതിരമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. പിന്നെ ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, ഈ എന്നെ പോപ്പെന്നുള്ള ബഹുമതിയോടുകൂടി അടക്കം ചെയ്യൽ, വലിയൊരു ആർഭാടമൊന്നും വേണ്ട, എന്നാൽ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് അത് കൂടുതലായിട്ട് ചടങ്ങ് നടത്തിയില്ലെങ്കിലും സാമാന്യ രീതിയിൽ തന്നെ, നല്ല രീതിയിൽ തന്നെ ഒരു അടക്കം നടത്തിയിരിക്കും എന്നാണ് ഇവിടുത്തെ വൃന്ദങ്ങൾ പറയുന്നത്. പിന്നെ ഈ ഒരു മാർപ്പാപ്പയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എൻ്റെ ശവശരീരത്തിൻ്റെ അതിൻ്റെ ആ കല്ലറയുടെ മുകളിൽ പോപ്പ് എന്നുള്ള ആ ഒരു പേര് എഴുതണ്ട, ജസ്റ്റ് ഒരു എൻ്റെ പേര് മാത്രം, ഫ്രാൻസിസ് എന്ന് പറയുന്ന ലാറ്റിനിലുള്ള രീതിയിലുള്ള പേര് മാത്രമേ എഴുതാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട്, അങ്ങനെ എഴുതുകയുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ച് കഴിയുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മുറി അടച്ച് സീല് വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തൊരു ഭരണാധികാരിയെ തിരഞ്ഞെടുത്തതിന്, കാര്യം പണ്ടുള്ള കാലങ്ങളിൽ ഇത് ദുരുപയോഗം നടത്തിയിട്ടുണ്ട്, അത് തടയാൻ വേണ്ടിയിട്ടാണ് ഉള്ള ഒരു ചടങ്ങിനനുസരിച്ച് അവരത് ചെയ്യുന്നത്. ഇനി നാളെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദുഃഖാചരണം പോലെ ഉണ്ടെങ്കിലും ഈ ഒരു 20 ദിവസത്തിനുള്ളിൽ അടുത്ത ആളിനെ തിരഞ്ഞെടുത്തിരിക്കുകയും 80 വയസ്സിൽ പല ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്, ഇറ്റലിയിൽ നിന്നുണ്ട്, പല കർദിനാൾമാരും ഇതിനകത്തുണ്ട്. ആർക്കാണ് ആ നറുക്കെടുപ്പ് വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നതേ ഉള്ളൂ. ഇതിൽ ഈ ഒരു വത്തിക്കാനിൽ എനിക്കിതിവിടെ കാണുവാൻ, ഇവിടെ പങ്കെടുക്കുവാനും, ഏകദേശം ജോൺ പോൾ II മാർപ്പാപ്പ കാലം ചെയ്ത സമയത്ത് എനിക്ക് വരാൻ സാധിച്ചില്ല. ബെനഡിക്ട് 16 അതിലും പറ്റിയില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ഇറ്റലിയിൽ നിന്ന സമയങ്ങളിൽ ഈ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു ഞങ്ങൾ തിരിച്ച് അതിൻ്റെ സ്ക്വയറിൽ വന്നിരിക്കുകയാണ്. ഇത്രയൊരു ജനപ്രവാഹങ്ങൾ നമുക്ക് ഈ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇവരിത് ആൾക്കാർ കുറവ്. ബാക്കിയുള്ള എല്ലാം ലൈനാണ്. ഈ ലൈനെല്ലാം ഏകദേശം കിലോമീറ്ററുകൾ കണക്കിൽ താണ്ടിയാണ് ആൾക്കാർ വരുന്നത്. എന്നിരുന്നാലും ഈ കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും ഇതിൻ്റെ വിശദവിവരങ്ങൾ കൂടുതലായിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ സംരംഭത്തിൽ വീണ്ടും കാണാം. വത്തിക്കാനിൽ നിന്നും ബിജു തച്ചേരിൽ.